കർത്താവിന് സ്തോത്രം. ഇന്ന് സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദങ്ങളിൽ അടുത്തു വന്ന് ദൈവവചനം ശ്രദ്ധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ജെയിംസ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവിനെ ഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേദപുസ്തക വെളിച്ചത്തിൽ ദൂതന്മാരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈബിളിൽ ഉടനീളം ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. അതിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രധാന ദൂതന്മാരെ കുറിച്ച് ചിന്തിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത്. ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം തൊട്ട് വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. സ്വർഗത്തിലെ സൈന്യത്തെ എല്ലാം ദൈവം സൃഷ്ടിച്ചതാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. വായിക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാനത് വായിപ്പിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും എടുത്തെങ്കിൽ പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വായിക്കാം. ഇല്ല എങ്കിൽ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. സർവത്തെയും സൃഷ്ടിച്ച ദൈവം, ആകാശത്തിലെ സ്വർഗത്തിലെ സൈന്യത്തെ എല്ലാം സൃഷ്ടിച്ച ദൈവം നമ്മുടെ രക്ഷയ്ക്കായി വിടുതലിനായി ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുന്നു. അങ്ങനെ ദൈവം അയക്കുന്ന ദൂതന്മാരെ ചിലപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്, അബ്രഹാമിന്റെ വീട്ടിൽ കടന്നു വന്ന ദൂതന്മാരെ അബ്രഹാം അറിയാതെ സൽക്കരിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാന ദൂതന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കെരൂബുകളെ കുറിച്ചും സറാപ്പുകളെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവരാണ് കെരൂബുകളും സറാപ്പുകളും. കെരൂബുകൾ ദൈവസിംഹാസനം വഹിക്കുന്നവരും ദൈവസിംഹാസനത്തിന്റെ മുന്നിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമാണ്. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, സർവഭൂമിയിലും ദൈവത്തിന്റെ മഹത്വം നിറയപ്പെടട്ടെ എന്നൊക്കെ കെരൂബുകൾ ദൈവത്തെ പുകഴ്ത്തുന്നതായിട്ട് എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സറാഫുകൾ നമ്മൾ ചിന്തിച്ചു. 6 ചിറകുള്ള ദൂതന്മാരാണ്. 2 ചിറകുകൾ കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് വിശ്രമം കൂടാതെ 24/7 ആർത്തട്ടഹസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൂതന്മാരാണ്. ദൂതന്മാര് പോലും ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് നോക്കാൻ തുനിയുന്നില്ല. കാരണം അത്രമാത്രം പ്രകാശപൂരിതമാണ്, അൾട്രാ വയലറ്റ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, റെഡ് മുതൽ വയലറ്റ് വരെ കാണാനുള്ള കഴിവേ നമ്മുടെ കണ്ണുകൾക്കുള്ളൂ. എന്നാൽ അൾട്രാ വയലറ്റ് ആയിട്ടുള്ള കളറിൽ നോക്കാൻ നമ്മുടെ കണ്ണുകൾക്ക് പവറില്ല. അങ്ങനെയുള്ള ദൂതസഞ്ചയങ്ങളാണ്. അപ്പോൾ ദൈവത്തിന്റെ പവറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടേക്ക് നോക്കുവാൻ ദൂതന്മാര് പോലും തുനിയുന്നില്ല. അവര് മുഖം മറച്ചിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറയ്ക്കണം. നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ മറയ്ക്കണം. പാദങ്ങൾ മറയ്ക്കണം. നമ്മുടെ മുഖം മറയ്ക്കണം. നമ്മളെ തന്നെ മറന്ന് നമ്മുടെ ഒന്നുമില്ലായ്മ സമ്മതിച്ച് നമ്മളെ ആരും കാണണ്ട, നാം ആരാധിക്കുന്ന ദൈവത്തെയാണ് കാണേണ്ടത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് തങ്ങളെ തന്നെ മറച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അങ്ങനെ അവർ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന ശബ്ദം ഹേതുവായി ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. നാം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന ആലയത്തിന്റെ
അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയാകും, ശരീരം ചലിക്കുവാനിടയാകും. മാത്രമല്ല, ആലയം പൂകൊണ്ട് നിറഞ്ഞു എന്നെഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ അന്തരംഗമാകുന്ന അന്തർമന്ദിരം ആകുന്ന ഈ ദേവാലയം, ശരീരമാകുന്ന ഈ ദേവാലയത്തിന്റെ അന്തർമന്ദിരം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനിടയാകും. ആ നിലയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ദൂതന്മാരും നമുക്ക് കാണിച്ചു തരികയാണ്. സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവത്തിന്റെ സിംഹാസനം സ്വർഗാദി സ്വർഗത്തിലാണ്. ഞാൻ പറഞ്ഞു, 3 സ്വർഗത്തെക്കുറിച്ച് വരെ വേദപുസ്തകം പറയുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇന്നേക്ക് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഞാൻ മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള ശബ്ദങ്ങൾ ശ്രമിക്കുവാനിടയായി എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് കൊണ്ട് ഞാൻ മുമ്പ് ഓർപ്പിച്ചതാണ്. 3 സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്ന്, മേഘമണ്ഡലം അഥവാ ആകാശമണ്ഡലം, 1-ാം സ്വർഗം. രണ്ടാമത്തേത് സ്വർഗം അഥവാ 2-ാം സ്വർഗം അഥവാ നക്ഷത്രമണ്ഡലം. 3-ാമത് സ്വർഗാദി സ്വർഗം, 3-ാം സ്വർഗം. അപ്പോൾ ഈ സ്വർഗാദി സ്വർഗത്തിലാണ് ദൈവസിംഹാസനം. അവിടെ 3 ദൂതന്മാരായിരുന്നു അതിന്റെ നേതാക്കന്മാർ, കെരൂബുകളും സറാഫുകളും. കെരൂബുകളെ കുറിച്ച് ബൈബിളിൽ ഇന്ന് 30 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. നിങ്ങൾ എഴുതിയെടുത്തോ എന്ന് എനിക്കറിയില്ല. ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന വാക്യങ്ങൾ എഴുതിയെടുക്കണം. അങ്ങനെ കെരൂബുകളെ കുറിച്ച് ഏദൻ തോട്ടം മുതൽ, ഏദൻ തോട്ടത്തിൽ കാവലാക്കിയിരുന്ന കെരൂബുകളെയാണ്. സമാഗമന കൂടാരത്തിൽ കെരൂബുകളെ കൊത്തിയുണ്ടാക്കിയിരുന്നു. കൃപാസനത്തിന് മുകളിൽ കെരൂബുകൾ ചിറക് വിടർത്തി നിൽക്കുന്ന ഇത് ഉണ്ടാക്കി വെച്ചു. ചിറകുകൾ തമ്മിൽ മുട്ടുന്നത് പോലെ തിരശ്ശീലയിൽ വരെ ചിത്രപ്പണിയായി കെരൂബുകളെ ഉണ്ടാക്കി വെച്ചു. ശലോമോന്റെ ദേവാലയത്തിൽ കെരൂബുകളെ ഉണ്ടാക്കി വെച്ചു. യെരൂശലേം ദേവാലയത്തിലും കെരൂബുകളെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ കെരൂബുകൾ പ്രധാനപ്പെട്ട ദൂതന്മാരാണ്. അവരാണ് സ്വർഗസിംഹാസനം വഹിക്കുന്നത്. സഞ്ചാര സിംഹാസനം കൊണ്ടുപോകുന്നത് അവരാണ്. സറാഫുകൾ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ തന്നെ സ്വർഗാദി സ്വർഗത്തിൽ മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. അതാണ് ലൂസിഫറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പ്. അതിനെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്, വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഈ വർഷിപ്പിന്റെ ലീഡർ ലൂസിഫർ ആയിരുന്നു. ലൂസിഫർ അദ്ദേഹം സൗന്ദര്യ സമ്പൂർണനായിരുന്നു. ശരീരത്ത് തന്നെ വാദ്യോപകരണങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം തുടങ്ങിയ രത്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അവനെ തീർത്ത നാളിൽ അവന്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അത് ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബിന്റെ ഗ്രൂപ്പിൽപ്പെട്ടതായിരുന്നു. ആ ലൂസിഫർ ആയിരുന്നു വർഷിപ്പേഴ്സിന്റെ ലീഡർ. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഓർപ്പിച്ചു പോവുകയാണ്. ലൂസിഫറും കൂട്ടരും ദൈവസന്നിധിയിൽ അഹങ്കരിച്ചത് കൊണ്ട്, അവരുടെ ഏൽപ്പിച്ചിരുന്ന ജോലി കൃത്യമായി ചെയ്യാഞ്ഞതുകൊണ്ട് അവരെ ദൈവം സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. ഈ ഭൂമിയിൽ, ഇന്നത്തെ ഭൂമിയല്ല, ആദിമ ഭൂമിയിലെ പറുദീസയായിരുന്ന ഏദൻ തോട്ടത്തിലാണ് ഈ ലൂസിഫറിനെയും കൂട്ടരെയും ആക്കിയിരുന്നത്. അവർ ഇവിടെ നിന്നും ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു. അങ്ങനെയാണ് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദൂതന്മാർക്ക് ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടായപ്പോൾ അവര് അത്യുന്നതിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും എന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാകാൻ വേണ്ടി ആഗ്രഹിച്ച് അഹങ്കരിച്ചത് കൊണ്ട് ഈ ദൂതന്മാരെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ, ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ
യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യം മുതൽ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാമോ? വായിക്കാം പാസ്റ്ററെ. 14-ാം അധ്യായം 12-ാം വാക്യം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ, എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട്, ഞാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഹൃദയത്തിൽ പറഞ്ഞത് ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കി രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അതാണ്. അപ്പോൾ അങ്ങനെ ഈ ലൂസിഫറും കൂട്ടരും സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടു. അവരെ ദൈവം ആകാശമണ്ഡലങ്ങളിലേക്ക് മാറ്റി. അവരെ സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനകളെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ്. അത് ഈ ലൂസിഫറും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാരുമാണ്. അവരെ നീക്കിയതും ഇപ്പോൾ എവിടെയാണെന്നും തുടർന്ന് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നും ഒക്കെയുള്ള വിഷയത്തെക്കുറിച്ച് അതൊരു വലിയ വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ തുടർമാനമായിട്ട് ക്ലാസ്സുകൾ എടുക്കാമെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ചുരുക്കി ഇപ്പോൾ പറയുകയാണ്, ഇവരെ ആകാശമണ്ഡലത്തിലേക്ക് തള്ളപ്പെട്ടു, ഭൂമിയിലേക്കും. അവർ ഭൂമിയിൽ ഏതും തോട്ടത്തിലായിരുന്നു, അവിടെ നിന്നും അവരെ തള്ളി. എങ്കിലും അതിന് പകരം ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. ആദമിനെ അവയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. ദൈവം ആദമിനെ അവയെയും സൃഷ്ടിച്ചതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. കാരണം ദൈവത്തെ ആരാധിക്കുന്ന തസ്തികയിൽ പ്രവർത്തിച്ചിരുന്ന ലൂസിഫറും കൂട്ടരും തൽസ്ഥാനത്ത് നിന്ന് മാറിപ്പോയപ്പോൾ ദൈവത്തിന്റെ ഭരണതലത്തിൽ ഒരു വിടവ് വന്നു എന്ന് പറയാം. ആ വിടവ് നികത്തുവാൻ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. മനുഷ്യരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ദൂതന്മാർ, ലൂസിഫറും അവന്റെ അനുയായികളും മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് വേണമെങ്കിൽ ലൂസിഫറിനെയും കൂട്ടരെയും കളയാമായിരുന്നു. പക്ഷെ കളയാതിരുന്നത് ദൈവത്തിന്റെ കൃപയിൽ, സ്നേഹത്തിൽ ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ മടങ്ങി വരണം, യഥാസ്ഥാനപ്പെടണം, പശ്ചാത്തപിക്കണം, ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ ദൈവം കരുണയോടെ കൈക്കൊള്ളുമെന്നാണ് തിരുവചനം പറയുന്നത്. അതിനുവേണ്ടിയാണ് അവരെ മാറ്റി നിർത്തിയത്. അതിനുവേണ്ടി ഒരു സമയം നിശ്ചയിച്ചു. ആ സമയം കഴിയുമ്പോൾ അവർ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവം അവരെ എന്നേക്കുമായിട്ട് സാത്താനെ നശിപ്പിച്ചു കളയും എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് അവരെ അന്ന് തള്ളിക്കളയും. സ്വർഗത്തിന് 3 ഭാഗമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ ഭൂമിക്കടിയിൽ നരകത്തിനും 3 ഭാഗങ്ങളാണ്. ഒന്നാമത് ഭൂമിക്കടിയിൽ പാതാളം, പിന്നെ അധമ പാതാളം, പിന്നീട് കത്തുന്ന തീപ്പൊയ്ക. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഭൂമിയുടെ അടിയിലുമുണ്ട്. അത് ബൈബിളിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പിന്നീട് ഞാനൊരു വിഷയമായിട്ട് പഠിപ്പിക്കാം.
പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവർ പാതാളത്തിലേക്കാണ് പോയിരുന്നത്. അതുകൊണ്ടാണ് യാക്കോബും പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കുമെന്ന്. പാതാളത്തിലേക്കായിരുന്നു പോകുന്നത്. അതിനെ അബ്രഹാമിന്റെ മടിയെന്നാണ് യഹൂദന്മാര് അവരുടെ തനാക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞ കഥയിലും ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമിന്റെ മടിയിലായിരുന്നു, അഥവാ ഭൗമപർദീസ എന്നറിയപ്പെടുന്ന പാതാളത്തിലായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോയിരുന്നത്. യേശുവിന്റെ കാൽവറി മരണത്തിന് ശേഷം ഈ പർദീസയിൽ നിന്നും, പാതാളത്തിൽ നിന്നും അവൻ വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി സ്വർഗീയ പർദീസയിലേക്ക് അവരെ കൊണ്ടുപോയി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇപ്പോൾ സ്വർഗീയ പർദീസ എന്ന് പറയുന്നത് ആകാശമണ്ഡലത്തിലാണ്. ഇന്ന് മരിക്കുന്ന ദൈവമക്കൾ സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. അത്രയും പറഞ്ഞ ആ ഭാഗം ഇപ്പോൾ ഞാൻ വിടുകയാണ്. വിശദമായിട്ട് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ക്ലാസ്സിൽ ചിന്തിക്കാം. എന്നാൽ ഈ ഭൂമിയിൽ അധപ്പതിച്ചു പോയ ലൂസിഫറും കൂട്ടരും മനുഷ്യരെ തെറ്റിക്കുവാൻ വേണ്ടി അടുത്ത പദ്ധതി ഒരുക്കി. അവരുടെ പ്രസ്ഥാനത്തിന്, അവരുടെ പ്രതിപക്ഷത്തിനെ ശക്തി വർദ്ധിപ്പിച്ച് മനുഷ്യരെ അവരുടെ സൈഡിലാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം മാറ്റി നിർത്തിയ ദൂതന്മാർ മാനസാന്തരപ്പെടാതെ അവർ മനുഷ്യരെ കൂടെ അവരുടെ പക്ഷത്താക്കുവാൻ വേണ്ടി ശ്രമിച്ചു. കളവാൽ മർത്യനെ താഴ്ത്തി കളവാൻ കരുതി തഥാ കളവാണിയോട് ഇവണ്ണം കളവാക്കോതി പന്നകം സീമയറ്റ ഗുണം തിങ്ങും ഈ മരത്തിൻ പഴം തിന്നാൽ ഓമലെ നിങ്ങൾ കണ്ണു തുറക്കും ദൈവത്തെ പോലെ ആയിടുമെന്ന് പറഞ്ഞ് ഹവ്വയെ ഉപായത്താൽ വഞ്ചിച്ച് പാപത്തിൽ വീഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ മനുഷ്യരെ പാപത്തിലേക്ക് വീഴ്ത്തിയ നിമിഷത്തിൽ ഈ പർദീസയുടെയും ഭൂമിയുടെയും അവകാശത്തിന്റെ ഒരു ഭാഗം ലൂസിഫറിന് ലഭിക്കുകയുണ്ടായി. അവന് അധികാരമുണ്ടായി അവിടെ. കാരണം ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ഗേറ്റ് ഒക്കെ ഉള്ളതാണെങ്കിലും നമ്മുടെ ആരെങ്കിലും താമസിക്കുകയാണെങ്കിൽ അവര് നമുക്ക് ഗേറ്റ് തുറക്കാനുള്ള നമ്പർ തന്നാൽ നമുക്ക് അവിടെ പോകാം, ഗേറ്റ് തുറക്കാൻ അകത്ത് കയറി പോകാം. നമുക്ക് അവിടെ ആക്സസ് ഉണ്ട്. ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ആൾക്കാരാണെങ്കിൽ, നമുക്ക് പരിചയമുള്ള, നമ്മുടെ ചർച്ചിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആളുകളാണെങ്കിൽ നമുക്ക് ആ അപ്പാർട്ട് കോംപ്ലക്സിൽ മുഴുവൻ സ്വാധീനം കിട്ടും. ഇതുപോലെ മനുഷ്യർ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണുപോയ ഈ ദൂതന്മാർക്ക് ഭൂമി മേൽ ഒരവകാശം കിട്ടുവാനിടയായി. മനുഷ്യരുടെ മേൽ ഒരവകാശം അവർക്ക് ലഭിച്ചു. അങ്ങനെ ഭൂമിയിലുള്ള മനുഷ്യരെ തെറ്റിച്ചു എന്നുള്ളത് മാത്രമല്ല, ഗുണപ്പെടാൻ വേണ്ടി ദൈവം തിരുത്തി നിർത്തിയ ഈ ദൂതന്മാർ മനുഷ്യരെ തെറ്റിലേക്ക് വീഴിച്ചതുകൊണ്ട് അവരെ കൂടുതൽ ശിക്ഷ കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഇങ്ങനെ വന്ന ഈ ലൂസിഫറിനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന, അവന്റെ കീഴിലുണ്ടായിരുന്ന 7 പ്രധാനപ്പെട്ട ദൂതന്മാരെയും ദൈവം നരകത്തിലാക്കി ബന്ധിച്ചിരിക്കുകയാണ് അന്ത്യന്യായ വിധിക്ക് വേണ്ടി. അപ്പോൾ അത്രയും മാത്രം ചിന്തിക്കുക. പിശാചിന്റെ കാര്യം കൂടുതൽ പറയുന്നത് കേൾക്കാൻ ആളുകൾക്കും ഇഷ്ടമാണ്, പിശാചിനും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. നമ്മൾ വിശുദ്ധ ദൂതന്മാരെ കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുന്നത്. അങ്ങനെ ഈ ലൂസിഫറും അവന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട 7 ദൂതന്മാരെയും നരകത്തിലാക്കി. അവരിപ്പോൾ നരക അധിപന്മാരായിട്ട് അവിടെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഈ മനുഷ്യരെ രക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം
മനുഷ്യൻ സ്വയം പാപം ചെയ്തതല്ല. പാപത്തിൽ വീണുപോയ ദൂതന്മാർ അവരെ പാപത്തിൽ വീഴ്ത്തിയതാണ്. മനുഷ്യന് അബദ്ധം പറ്റിയതാണ്, സ്വയം അഹങ്കരിച്ചതല്ല. മറ്റവരുടെ പാപം അവർ സ്വയം അഹങ്കരിച്ചു, പാപത്തിൽ വീണുപോയി, പാപം ചെയ്തു. ഇവർ സ്വയം പാപം ചെയ്തതല്ല, ഇവരെ പാപത്തിൽ വീഴ്ത്തിയത് കൊണ്ട് ഇവരെ രക്ഷിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി. എന്നാൽ മനുഷ്യരെ തെറ്റിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദൂതന്മാർക്ക് ദൈവം ശിക്ഷ കൊടുത്തിട്ട് അവരെ നരകത്തിലാക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യർ പെരുകി തുടങ്ങി. ആദമിനും ഹവ്വയ്ക്കും 18 മക്കൾ ഉണ്ടായിരുന്നതായിട്ടാണ് തനാക്കിൽ പറയുന്നത്. ബൈബിളിൽ പറയുന്നത് കയീന്റെയും ഹാബേലിന്റെയും കാര്യം. പിന്നീട് അടുത്ത പറയുന്നത് ആദാം 930 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അങ്ങനെ ആദാമിനും ഹവ്വയ്ക്കും ധാരാളം പുത്രിപുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. കയീന്റെ കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. 9 പ്രസവത്തിലാണ് 18 മക്കൾ ഉണ്ടായിരുന്നത്. ഓരോ പ്രസവത്തിൽ ഈ 2 കുട്ടികളായിരുന്നെന്നാണ് യഹൂദന്മാരുടെ മതഗ്രന്ഥത്തിൽ പറയുന്നത്. അവരുടെ ചരിത്രത്തിലും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കയീന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഹാബേലിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കയീന്റെ കൂടെ ജനിച്ച ഒരു പെൺകുട്ടി, ഹാബേലിന്റെ കൂടെ ജനിച്ച ഒരു പെൺകുട്ടി, അതിപ്പോ പറയേണ്ട കാര്യമല്ലെങ്കിലും സംശയം വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അവര് തമ്മിൽ വിവാഹിതരാകണ്ട, അതുകൊണ്ട് കയീന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ ഹാബേലും, ഹാബേലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ കയീനും വിവാഹം കഴിക്കണമെന്ന് ആദാം ഒരു വ്യവസ്ഥ പറഞ്ഞപ്പോൾ അതിന് കയീൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് കയീൻ ഹാബേലിനെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് യഹൂദ ചരിത്രം പറയുന്നത്. അതുകൊണ്ട് കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ അവൻ പെശകിയപ്പോഴാണ് പറഞ്ഞത്, ഒരു യാഗം കഴിക്കാൻ ആരുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നോ അവൻ പറയുന്ന പെൺകുട്ടിയെ കൊടുക്കാമെന്നുള്ള വ്യവസ്ഥ വെച്ചതുകൊണ്ട് അവർ യാഗം കഴിച്ചു. പക്ഷെ കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അത് കയീന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ എന്ന് കരുതി ഹാബേലിനെ വിളിച്ചുകൊണ്ട് വയലിൽ പോയി അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെയും കൊണ്ട് നോദേശത്ത് പോയി പാർത്തു. അതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ അവിടം തൊട്ട് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സാത്താനും ഒരുക്കാൻ തുടങ്ങി. ലൂസിഫറും കൂട്ടരും ഒരുക്കി. അതുകൊണ്ട് അവരോട് ദൈവം കോപിച്ചിട്ട് അവർക്ക് ശിക്ഷ കൊടുത്ത് അവരെ നരകത്തിലാക്കി. നരകത്തിലാക്കിയെങ്കിലും അവന്റെ സ്വാധീനത്താൽ സ്വർഗത്തിലുണ്ടായിരുന്ന മറ്റൊരു ഗ്രൂപ്പ് ദൂതന്മാരെ സാത്താന്റെ വലയിലാക്കുവാൻ സാത്താന് കഴിഞ്ഞു. സാത്താന്റെ ദൂതന്മാർക്ക് കഴിഞ്ഞു. നേതാക്കന്മാരെ മാത്രമേ നരകത്തിലാക്കിയുള്ളൂ. ബാക്കി അനുയായികൾ ഭൂമിയിലും ഭൂമണ്ഡലത്തിലുമുണ്ട്, ആകാശമണ്ഡലത്തിലുമുണ്ട്. അത് കോടാനുകോടിയുണ്ട്. അവര് പരിശ്രമത്താൽ അവർ ഇലക്ഷൻ വർക്ക് നടത്തി സ്വർഗത്തിലുള്ള ചില ദൂതന്മാരെ അവരുടെ സംഘത്തിലാക്കുവാൻ ഇടയായി തീർന്നു. സ്വർഗത്തിലെ ഒന്നാമത്തെ സ്വർഗാദി സ്വർഗത്തിൽ ദൈവസിംഹാസനം, കെരൂബുകള് ഒക്കെ അവിടെയാണ്. അടുത്ത മണ്ഡലത്തിൽ സ്വർഗത്തിൽ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, അതിൻ്റെ എല്ലാം ചുമതല ഗബ്രിയേൽ ദൂതനാണ്. മീഖായേൽ ദൂതൻ പ്രധാനപ്പെട്ട ദൂതനാണ്. മീഖായേൽ എല്ലാ ദൂതന്മാരുടെയും ചീഫ് കമാൻഡറാണ്.
ഭൂമിയുടെയും ഇതര ഗോളങ്ങളുടെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെയും എല്ലാ ഗാലക്സികളുടെയും ചുമതല മീഖായേലിനാണ്. മീഖായേലിന്റെ കീഴിലുള്ള ദൂതന്മാരാണ് നമ്മുടെ സംരക്ഷണത്തിനായിട്ട് കടന്നു വരുന്നത്. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി മീഖായേലിന്റെ കീഴിലുള്ള ദൂതന്മാർ വരുമ്പോൾ തന്നെ മറ്റു ദൂതസഞ്ചയത്തിൽപ്പെട്ട ദൂതന്മാരും ആ ടീമിൽ ജോയിൻ ചെയ്യും. കാരണം റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ദൂതന്മാരുണ്ട്, ഭക്ഷണം വേണമെങ്കിൽ കൊടുക്കാനുള്ള ദൂതന്മാരുണ്ട്, മനുഷ്യരെ ശക്തീകരിക്കാൻ വേണ്ടിയുള്ള ദൂതന്മാരുണ്ട്, അവർക്ക് പ്രത്യേക രോഗസൗഖ്യം കൊടുക്കാൻ വേണ്ടിയുള്ള ദൂതന്മാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാത്തരം ദൂതന്മാരും ഈ ടീമിൽ ഉൾപ്പെടും. ഒരു ദൈവവേദനത്തിന് ചുറ്റും ഈ ദൂതസഞ്ചയങ്ങളുണ്ട്. ഇനി ചിന്തിച്ചു നോക്കുക, സ്വർഗത്തിലെ ദൂതന്മാരിൽ ഒരു ഗണത്തെ ലൂസിഫറിന്റെ അനുയായികളാക്കി മാറ്റുവാനിടയായി തീർന്നു. അതിൽ പ്രധാനപ്പെട്ട ദൂതനായിരുന്നു സമീയാസ. അതിനെക്കുറിച്ച് ബൈബിളിലുണ്ട്. അടുത്തത് അസലേൽ, അതും ബൈബിളിലുണ്ട്. അടുത്തത് ബെയ്സബൂൽ, അതും ബൈബിളിലുണ്ട്. അടുത്തത് മാമോൻ, അതും ബൈബിളിലുണ്ട്. ഇങ്ങനെ 4 ഗ്രൂപ്പുകളെ ലൂസിഫറിന്റെ സംഘത്തിലാക്കി. സെമിയാസ അയാൾ വന്നിട്ട് മനുഷ്യരുമായിട്ട് അടുത്തിടപെടുന്ന ആളായിരുന്നു. അവർക്ക് ദൂതന്മാരുടെ ഒരു പ്രത്യേകത നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാർക്ക് രോഗമില്ല, മരണമില്ല. മറ്റൊന്ന്, വിശുദ്ധ ദൂതന്മാർക്ക് ലൂക്കോസ് സുവിശേഷം 20-34-36 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. 1 തീമോഥെയോസ് 5:21 വിശുദ്ധ ദൂതന്മാരെന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹോളിയാണ്. ലൂക്കോസ് സുവിശേഷം 8-12 വാക്യം. പുറപ്പാട് പുസ്തകം 23-20 വാക്യങ്ങൾ. നല്ലതും തീയതും ഒക്കെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിവുണ്ട്. ഗുഡ് ആൻഡ് ഈവിൾ തിരിച്ചറിയാൻ പറ്റും. അവർക്ക് നല്ല ഫീലിങ്സ് ഉണ്ട്, സന്തോഷിക്കാൻ കഴിവുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. ഫീലിങ്സ് ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഒരു വളരെ ശക്തന്മാരാണ്. 103 സങ്കീർത്തനം 20 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ വിശേഷം 15 അധ്യായത്തിൽ നമ്മൾ അവരുടെ സന്തോഷത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൂതന്മാരെ വർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണ്ട്. യോഹന്നാൻ വെളിപ്പാടിൽ ദർശനങ്ങൾ കാണിച്ചു കൊടുത്ത ദൂതനെ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ദൂതൻ പറയുകയാണ്, അതരുത്, ദൈവത്തെ നമസ്കരിക്കാം. ഞാൻ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടയാളാണ്, നിന്റെ സഹഭൃത്യനാണ്, എന്നെ നമസ്കരിക്കണ്ട, തെറ്റാണ്, ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് ദൂതൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിന്റെ ഗ്രൂപ്പിൽ ചേർന്ന ദൂതന്മാർ, അവർക്ക് മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെടാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തുവെന്ന് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഹാനോക്കിന്റെ പുസ്തകം, ബുക്ക് ഓഫ് ഈനോക്ക്, അതിന്റെ 6 അധ്യായത്തിലും 7 അധ്യായത്തിലും അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും ബുക്ക് ഓഫ് ഈനോക്ക്, അതുപോലെ തന്നെ ടെസ്റ്റമെന്റ് ഓഫ് സോളമൻ, യഹൂദന്മാരുടെ തനാക്ക്, അവരുടെ ചരിത്ര പുസ്തകങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള വിഷയങ്ങളോട് ചേർത്ത് ഞാൻ പറയുകയാണ്. നമുക്ക് വിശ്വസിക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കുക. അങ്ങനെ
ഈ ദൂതന്മാർ ഭൂമിയിൽ വന്നു. അവര് മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. അങ്ങനെ ഭൂമിയിൽ മല്ലന്മാരുണ്ടായി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് നിമിത്തം ദൈവത്തിന്റെ കോപം ജ്വലിക്കുകയും ഈ ദൂതന്മാരെ ശിക്ഷിക്കുകയും അതുപോലെ തന്നെ മനുഷ്യരെ ശിക്ഷിക്കുകയും ചെയ്തു. ആ തലമുറയിൽ നീതിമാനായിട്ട് നോഹയെയും കുടുംബത്തെ മാത്രമാണ് കണ്ടു. ഭൂമിയിൽ സകല മനുഷ്യരും തങ്ങളുടെ വഴി വഷളാക്കിയിരുന്നു. മൃഗങ്ങളും ജീവജാലങ്ങളും വരെ ഈ ദൂതന്മാർ മുഖാന്തരം വഷളായി. അതുകൊണ്ട് മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു കളയുമെന്ന് ദൈവം തീരുമാനിച്ചു. ഭൂമിയിൽ വലിയ ജലപ്രളയം വരുത്തി. എല്ലാ മനുഷ്യരും മരിക്കുവാനിടയായി. അന്ന് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു, രാക്ഷസന്മാരുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചു പോകാനിടയായി തീർന്നു. പന്ത്രണ്ടടി 13 അടി ഉയരമൊക്കെയുള്ള മല്ലന്മാരുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷവും ദൂതന്മാർ മനുഷ്യന്റെ പുത്രിമാരുടെ അടുക്കൽ വന്നു. ഭൂമിയിൽ മല്ലന്മാരുണ്ടായി, വീരന്മാരെ കീർത്തിപ്പെട്ട പുരുഷന്മാരുണ്ടായി എന്ന് പിന്നെയും എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ സെമിയാസ എന്ന് പറയുന്ന ഈ ദൂതനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ബയാസ് എന്നും ഹീബ്രു ഭാഷയിൽ അബ്ദോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ അപ്പല്യോൻ എന്നും പറയപ്പെടുന്ന ദൂതൻ. ഇവനാണ് മനുഷ്യരെ ദുർനടപ്പിൽ വീഴ്ത്തിയത്. മോശമായ ജീവിത രീതി, അക്രമം, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, ദുർനടപ്പ്, ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിച്ച് മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ദൂതനാണ്, സമീയാസ്. അതുകൊണ്ട് ഭൂമി മുഴുവൻ വഷളായി. അതുപോലെ അടുത്ത ദൂതനാണ് ബസലേൽ. അവൻ മനുഷ്യൻ ഈ അഹങ്കാര പ്രവൃത്തികളെല്ലാം ചെയ്യാൻ മുഖാന്തരമായി തീർന്നത് ബസലേല് കാരണമാണ്. മനുഷ്യനെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചു. മനുഷ്യൻ ആഡംബരങ്ങളിലേക്ക് നീങ്ങാനിടയായി. മനുഷ്യൻ വിവിധ തരത്തിലുള്ള ആഭരണങ്ങള്, അവരുടെ ശരീരത്തിൽ കൊത്തുപണികള്, അതുപോലെ മദ്യപാനം, വെറിക്കൂത്ത്, മോശ പരിപാടികൾക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ച് അതിലേക്ക് നയിച്ചത് ബസലേലാണ്. ബസലേലിനെ കുറിച്ച് നിങ്ങൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനിയും ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം, മറ്റുള്ളവരെ പിടിച്ചു പറിക്കുക, മറ്റുള്ളവരുടെ ഇതെല്ലാം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കി മനുഷ്യൻ അത്യാർത്തിയിലേക്ക് വിടുക. അത് ചെയ്തത് മാമോനാണ്. സമ്പത്തിന്റെ ദേവനായിട്ടാണ് മാമോനെ കരുതുന്നത്. കർത്താവ് മാമോനെ കുറിച്ച് പറയുകയുണ്ടായി, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയത്തില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. 20-ാം വാക്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ മാമോന് അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തത്. അവന്റെ കീഴിലും അനേകായിരം കോടി ദൂതന്മാർ. ഇനിയും ബേസബൂൽ, അത് ബൈബിളിലുണ്ട്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. യേശു പറയുന്നുണ്ട്, പരീശന്മാര് പറയുകയാണ്, രോഗികൾക്ക് സൗഖ്യം കൊടുത്തപ്പോൾ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേസബൂലിനെ കൊണ്ടാകുന്നു രോഗികളെ സൗഖ്യമാക്കുന്നത്, ഭൂത്തെ ഇറക്കുന്നതെന്ന് പരീശന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു
ദൂത സമൂഹത്തെ കൂടെ ലൂസിഫറിന്റെ സംഘത്തിൽ ചേർത്തിട്ട് ഭൂമിയിലുള്ള മനുഷ്യരുടെ എല്ലാം വഴി വഷളാക്കി. ഭൂമിയിൽ സകല മനുഷ്യരും തങ്ങളുടെ വഴി വഷളാക്കി. പക്ഷെ അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കി. കാരണം മനുഷ്യർ സ്വയം പാപം ചെയ്തതല്ല, പാപത്തിൽ വീണുപോയ ദൂതന്മാർ ഇവരെ വഞ്ചിച്ച് പാപത്തിൽ വീഴ്ചയത് കൊണ്ട് മനുഷ്യനെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെയാണ് യേശുക്രിസ്തുവിലൂടെ മനുഷ്യന്റെ രക്ഷ പ്രഖ്യാപിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ഈ 4 ദൂതന്മാരെയും അവർ ചെയ്ത പ്രവർത്തിക്ക് അനുസരിച്ച് ശിക്ഷ കൊടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം സാധിച്ചു. ക്രൂശ് മരണത്തിലൂടെയാണ് അത് സാധിച്ചത്. എന്നിട്ട് ഇവരെ യൂപ്പർട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് വലിയ പാറക്കെട്ടുകളുള്ള കൊടുങ്കാട്ടിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് എന്നേക്കുമുള്ള വിധിക്കായി കാപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. യൂദായുടെ ലേഖനം 6-ാം വാക്യം തൊട്ട് വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ എന്നേക്കുമുള്ള വിധിക്കായി കാപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു. ഈ ദൂതന്മാരെയാണ് യൂപ്പർട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ സെമിയാസ എന്ന് പറയുന്ന ദൂതൻ പല രാജാക്കന്മാരുടെയും നേതാവായി അവരെയൊക്കെ ഭൂമിയിൽ നിന്ന് പിടിച്ചെടുത്തു. സോർ രാജാവ്, സോദോം രാജാവ്, ഗൊമോറയിലെ ബാശാൻ രാജാവ്, സീഹോൻ രാജാവ്, ഇവരെയെല്ലാം പിടിച്ചെടുത്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളും ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം നടന്നപ്പോൾ യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു എക്രോനിൽ വെച്ച്. അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി യഹോവയുടെ പെട്ടകം വെച്ചു. ദാഗോൻ താഴെ വീണു. 2-ാം ദിവസവും വീണവന്റെ കൈയൊക്കെ ഒടിഞ്ഞ് അവിടെ കിടന്നു. അപ്പോൾ അവര് പറഞ്ഞു, ഇത് ഇവിടെ വെക്കേണ്ട സാധനമല്ല, നമുക്കിത് എവിടുന്ന് എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കാം. ഗത്തിലേക്ക് അയച്ചു. ഗത്തിൽ ചെന്നപ്പോ അവരാകെ പേടിച്ചു. കാരണം അവർക്കെല്ലാം അസുഖം പിടിച്ചു. ട്യൂമർ വന്നിട്ട് മരിക്കാൻ തുടങ്ങി. മൂലക്കുരു ഉണ്ടായി. എലിയുടെ ഭയങ്കര ശല്യമായി, പ്രശ്നമായി. ഇവിടെ നിന്ന് പെട്ടകം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എക്രോനിലോട്ട് അയച്ചു. എക്രോൻകാർ പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ, ഞങ്ങൾക്ക് പേടിയാന്നു. അവസാനം ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചു. നമ്മളിത് കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് അതിന്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ അടച്ചിട്ടിട്ട് വണ്ടിക്ക് കെട്ടി ഇതിന് പെട്ടകം വണ്ടിയിൽ വെച്ച് നമുക്ക് വിടാം. അത് ബേത്ത്ശേമെശിലേക്കുള്ള വഴിക്കാണ് പോകുന്നതെങ്കിൽ ഇത് ദൈവത്തിന്റെ കൈ തന്നെയാണ്, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രശ്നമാണ്, പൊക്കോട്ടെ. അല്ലാതെ പോകുന്നില്ലെങ്കിൽ, അതിന്റെ പശുക്കുട്ടികളെ അടച്ചിട്ടിരിക്കുകയാണ്, അത് പോകുന്നില്ല, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് ദൈവത്തിന്റെ കൈ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ സെമിയാസായുടെ ഭരണത്തിന് കീഴിൽ അവൻ കുറെ ഭാഗങ്ങളെല്ലാം പിടിച്ചെടുത്തു. അവിടെയാണ് അസ്കലോൻ, അസ്തോദ്, ഗസ, എസ്കലോൻ, എക്രോൻ, 5 പട്ടണങ്ങൾ. ഈ 5 പട്ടണങ്ങളുടെ പ്രഭുക്കന്മാരെല്ലാം കൂടെ പറഞ്ഞനുസരിച്ച് പ്രായശ്ചിത്തമായിട്ട് സ്വർണം കൊണ്ട് 5 എലികളെയും
5 ട്യൂമറും ഉണ്ടാക്കി, മൂലക്കുരു ഉണ്ടാക്കി പേട്ടകത്തിൽ വെച്ച് കൊടുത്തു വിട്ടു. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ മനുഷ്യരെ സ്വാധീനത്തിലാക്കിയ ഒരു ദൂതസഞ്ചയമായിരുന്നു ഈ സമീയാസായുടെ. ഇനി നിങ്ങൾ നോക്കുക, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, സ്കേപ്പ് ഗോഡ്, മഹാപാവ പരിഹാര ദിവസം പ്രായശ്ചിത്തത്തിന് വേണ്ടി കൊണ്ടുവരുന്ന 2 ആടുകൾ, അതിൽ ഒരാടിനെ ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പാപയാഗമായിട്ട് അർപ്പിക്കും. ഒന്നിന്റെ മേൽ പുരോഹിതൻ കൈവച്ച് ജനത്തിന്റെ എല്ലാ അതിക്രമങ്ങളും അതിന്റെ മേൽ ചുമത്തും. വഷളത്വം കാണിച്ചത്, അക്രമങ്ങൾ കാണിച്ചത്, ക്രിമിനൽ കേസുകൾ, സ്വഭാവമുള്ള പ്രശ്നങ്ങളെല്ലാം, മനുഷ്യൻ ചെയ്ത സകല തെറ്റുകൾ അതിന്റെ മേൽ ചുമത്തിയിട്ട് അതിനെ മരുഭൂമിയിലേക്ക് വിടും. അതിനെ അസസേൽ എന്ന് പറഞ്ഞാണ് മരുഭൂമിയിലേക്ക് വിടുന്നത്. ആരാണ് ഈ അസസേൽ? അസസേൽ ആദ്യം മരുഭൂമിയിലാണ് പോയത്. മരുഭൂമിയിൽ താമസിച്ചുകൊണ്ട് ജനത്തെ വഷളാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ വല്ല ദുഷ്ടമൃഗവും കടിച്ചു കീറി കൊല്ലുമെന്ന് പറഞ്ഞ് അസസേലിന് വേണ്ടി അതിനെ വിട്ടുകൊടുക്കുന്നത്. അങ്ങനെയാണ് പഴയ നിയമത്തിൽ അത് ചെയ്തിരുന്നത്. ഇനിയും മാമോൻ അത്യാർത്തിയോടെ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹം പോലും കൊടിയ പാവങ്ങളിൽപ്പെട്ടതാണ്. ഈ കൊടിയ പാവങ്ങളെല്ലാം മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച ദൂതന്മാരാണ് ഇവര്. ബെയ്സബൂല് ഭൂതങ്ങളുടെ തലവനാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 4 ദൂതന്മാരെയും പിടിച്ച് ബന്ധിച്ചത് യേശുക്രിസ്തുവിന്റെ മരണത്തോടു കൂടിയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം മുതൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മനുഷ്യര് ജഡരക്തങ്ങളോട് കൂടിയവരാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ജഡരക്തങ്ങളോട് കൂടിയവനായി മനുഷ്യനായിട്ട് അയച്ചത്, അവരെ രക്ഷിക്കാൻ വേണ്ടി. ഈ സാത്താന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. തന്റെ മരണത്താൽ നീക്കി, ഒരു വലിയ കടം വീട്ടി. ദൈവത്തിന്റെ നീതിന്യായ കോടതിയിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും, നിശ്ചയം. പാപത്തിന്റെ ശമ്പളം മരണം. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് ഒരാട്ടുംകുട്ടി മരിക്കുന്നത് പോലെ, ഇസ്രായേലിന് വേണ്ടി ഒരാട്ടുംകുട്ടി മരിച്ചതുപോലെ, ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവത്തിന്റെ കുഞ്ഞാട് ജഡരക്തങ്ങളോട് കൂടിയവനായി ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14 വാക്യങ്ങൾ. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് തന്റെ മരണത്താൽ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മനുഷ്യന്റെ മേൽ ഒരു സർട്ടിഫിക്കറ്റ് സാത്താൻ വെച്ചിരുന്നു. ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെത്ത്. ഹി റിമൂവ്ഡ് ആൻഡ് നെയിൽഡ് ഓൺ ദ ക്രോസ്. ദൈവം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അത് മായിച്ച് ക്രൂശിൽ തറച്ച് ശത്രുത്വം നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഇതിന്റെ ദൂതന്മാരാണ്. വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ദൂതന്മാരായിരുന്ന അവരാണ് ഭൂമിയിൽ വന്ന് മനുഷ്യരെ അക്രമങ്ങളിലേക്ക് നയിച്ചത്. യേശുക്രിസ്തുവിന്റെ മരണത്താൽ ഈ ശത്രുത്വം ഇല്ലാതാക്കി.
ആ ഡെപ്റ്റ് വീട്ടി. ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് ക്രിസ്തുവിനെ ദൈവത്തിന്റെ കോടതിയിൽ വിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ നേരെ പാതാളത്തിലേക്കാണ് പോയത്. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. ആ സമയത്ത് ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരായ മീഖായേലും അവന്റെ സംഘവും വന്നിട്ട് ഈ 4 ദൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി ബന്ധിച്ച് അന്ധകാരത്തിന് കീഴ് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നേക്കുമുള്ള വിധിക്കായി കാപ്പാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അവരെയാണ് യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരത്തെ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ ഇനി അഴിച്ചുവിടുമെന്ന് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ അവർ പിന്നെ ഭൂമിയിൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള അക്രമങ്ങൾ പ്രവർത്തിക്കുമെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ തന്റെ മരണത്താൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്തം മൂലം പ്രായശ്ചിത്തം ദൈവം നൽകിയിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. ആകയാൽ ഈ ദൂതന്മാർ ഇന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മറ്റ് ലൂസിഫറും കൂട്ടരും നരകത്തിലായിരിക്കുന്നു. ഭൂമിയിൽ അങ്ങനെ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ സമാധാനം സ്ഥാപിച്ച് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് ക്രിസ്തുവിന്റെ രാജ്യം ഇന്ന് ഭൂമിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെയും ചില ദൂതന്മാരെ പിടിച്ചെടുത്ത് ഭൂമിയിൽ വഷളത്വം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാത്താൻ. ഇന്ന് സാക്ഷാൽ ലൂസിഫർ ഭൂമിയിൽ വന്നാൽ ഇന്നത്തെ മനുഷ്യന്റെ അക്രമങ്ങളും വിക്രിയകളും ഒക്കെ കണ്ടാൽ നാണിച്ച് തല താഴ്ത്തി നരകത്തിലേക്ക് തിരിച്ചു പോകും. ആ പരുവത്തിനുള്ള അക്രമങ്ങളാണ് ഇന്ന് ഭൂമിയിൽ നടക്കുന്നത്. അത്രമാത്രം വഷളത്വങ്ങളാണ് നടക്കുന്നത്. ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ദൈവം നിശ്ചയിച്ച സമയത്ത് ഈ ദൂതന്മാരെ എന്നേക്കും ഉള്ള തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ അത് സംഭവിക്കും. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതും കൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ ദൂതന്മാരെ കുറിച്ചുള്ള പഠനത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഈ വീണുപോയ ദൂതന്മാരെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഇനി വിശുദ്ധ ദൂതന്മാരെ കുറിച്ചായിരിക്കും തുടർന്ന് ചിന്തിക്കുന്നത്. നമ്മൾ കെരൂബുകളെ കുറിച്ച്, സറാഫുകളെ കുറിച്ച്, മീഖായേലിനെ കുറിച്ച് ചിന്തിച്ചു. ബാക്കി ദൂതന്മാരെ കുറിച്ചുകൂടെ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് അന്യോന്യം കാണാം. കേൾക്കുന്ന വചനങ്ങൾ ചിന്തിച്ച് അതനുസരിച്ച് ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നയിച്ച് നിത്യതയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.